ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ പെൽച്ചയ്ക്ക് നീച്ചക്കാണ് കേട്ടോ. അപ്പം ഇന്ന് ഇറച്ചി വരട്ടിയതും താളിപ്പുമാണ്. പിന്നെ കറിയുണ്ട്, ഞാൻ താളിപ്പാണ് എടുത്തത് കേട്ടോ. നിച്ചുകുട്ടിക്ക് ഇതിന് വാരി കൊടുക്കുന്നുണ്ട്, ചോറ് വാരി കൊടുക്കുന്നുണ്ട്. അനു വാരി കൊടുക്കുന്നുണ്ട്. ഓളെല്ലാവരും ഇന്ന് ഓരോ ഉരുള തിന്നണം കേട്ടോ. ഒന്ന് ഓളും പെൽച്ചയ്ക്ക് നീച്ചിക്കണേ തിന്നുന്നുണ്ട് പറഞ്ഞാൽ ഓരോ ഉരുള പറഞ്ഞാൽ അനു അപ്പം തിന്നണേ, അപ്പോൾ അത് തിന്നുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് തിന്നുന്നുണ്ട്. പിന്നെ ആ പെൽച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെൽച്ചയ്ക്ക് നീച്ച് അപ്പോഴത്തേന് ഉമ്മച്ചി നീച്ചിക്കുട്ടീനെ, ഞാൻ നീച്ചപ്പോഴത്തേന് ഉമ്മച്ചി നീച്ചിക്കുട്ടീനെ കുളിപ്പിച്ചൊക്കെ ചെയ്തിനി. ഓളതിൻ്റെ മുന്നേ നീച്ചിട്ടോ. അപ്പോൾ നീച്ചിക്കുട്ടീനെ കുളിപ്പിച്ചൊക്കെ ചെയ്തിനി. പിന്നെ അനു സ്കൂൾക്ക് പോകുകയാണ്. ഇതിന് സ്കൂൾക്ക് പോയിക്കണ്. അപ്പം നീച്ചിക്കുട്ടി അനുവിനെ പറഞ്ഞേക്കട്ടോ. അനു ഉമ്മച്ചി നീച്ചിക്കുട്ടീനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അനു മുടിയൊക്കെ കെട്ടി കൊടുത്ത് സുന്ദരിയാക്കിക്കണേ. മുടിയൊക്കെ വെട്ടിയാലേ പിന്നെ കെട്ടണ എപ്പോഴാട്ടോ. ഓള് മുടിയൊന്ന് ഒപ്പം വെട്ടീനി. അതിന് ശേഷം ഇപ്പോഴാണ് കെട്ടണേ. ഏതായാലും ടാറ്റൊക്കെ കൊടുത്ത് ഓള് പോയി. അടിച്ചേരി തുറക്കലും എല്ലാ പണിയും ഞാൻ നീച്ചപ്പൂത്തിന് എല്ലാവരും ഉടുത്തിന്നിട്ടൊന്ന്. ഞാൻ മാത്രമേ പച്ചക്ക് ഉറങ്ങിയിട്ടുള്ളൂ. കാരണം കുട്ടീനോട് നോക്കി ഒന്നും ഉറങ്ങിയില്ല, കുട്ടി ഉണ്ടായതുകൊണ്ട്. പിന്നെ ഞാൻ ഉറങ്ങി. എന്നിട്ട് അവൾക്ക് ബൈക്കുണ്ട്, വെച്ച് നമ്മൾ വാങ്ങിക്കൊടുത്തിന്. അപ്പോൾ അതിമ ഇരിക്കുകയാണ് ഓള് അതിമ ഇരുന്ന് പോകുകയാണ് ഓളങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ. ഇനി ഒരു 2 മണിക്കാണ് അടുപ്പത്തേക്ക് കയറുക. അപ്പം 2 മണി വരെ എല്ലാവരും കിടക്കല കേട്ടോ. എല്ലാവരും ഓരോ ഭാഗത്ത് കടന്ന് മറ്റേ 2 സ്കൂൾക്ക് പോയി. മിച്ചിക്കുട്ടിയാണെങ്കിൽ അവളെ 2 2 ഒന്നല്ല, ഞാൻ 2 എടുത്തിട്ടു. ആ 2 ആയിട്ട് കിടക്കുന്നുണ്ട്. ഓൾ എന്നിട്ട് വാവാനെ തോളിലൊക്കെ ഇട്ട് ഉറക്കാട്ടോ. ഓള് വാവ പറയുന്നുണ്ട്, ഞാനും അങ്ങനെ പറയില്ലേ. ഏതായാലും ഓളും തോളിലിട്ട് ഉറക്കുകയാണ്. ഓളെ ഉറക്കാൻ കിടത്തിനി. ഒളിഞ്ഞ് ഉറങ്ങൂല. ഓളെ പെൽച്ചയ്ക്ക് നീച്ചാരെ പിന്നെ ഉറങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ ഫസ്റ്റ് തന്നെ വത്തൊക്കെ ചെത്താ വിചാരിച്ച്. ഇവിടെ നിന്ന് ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ. നല്ല രസമല്ലേ. അപ്പോൾ ഈ സാമ്പാർ കഷ്ണം അരിയുണ്ട് മെച്ചി, അത് അരിഞ്ഞേക്കാണ്. ഉമ്മ ഉള്ളിയൊക്കെ അരിയുണ്ട്. ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിനുള്ള ഉള്ളിയോട്ട് അരിയണേ. ഞാൻ പിന്നെ ജ്യൂസ് അടിച്ച് വത്തക്കാണ് ജ്യൂസ് അടിച്ചത്. അപ്പോൾ അതിക്കില്ല വത്തക്ക അരിയണില്ല, ഞാൻ കയ്യിലോണ്ടാണ് എടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ വേഗം കിട്ടും. മറ്റേ അരിഞ്ഞ് ഉത്തർക്കണ്ടേ. ജ്യൂസൊക്കെ ആയതുകൊണ്ട് എങ്ങനെയായാലും ആ മിക്സിക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഏതായാലും ഞാനത് ആദ്യം ആക്കിയേക്കുന്നുണ്ട്. എന്നിട്ട് ചെത്തിയും വെക്കണുണ്ട്. അങ്ങനെ ജ്യൂസൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ജ്യൂസ് അടിച്ചാണ് നിച്ചുകുട്ടി ഇട്ടിട്ട് താഴെ എല്ലാവരും 2 മണിയായി. പിന്നെ എല്ലാവരും അടുക്കളയിലേക്ക് കരട്ടോ ഓരോ പണിയിൽ. അതുകൊണ്ട് തന്നെ വേഗം കജ്ജും. അങ്ങനെ ജ്യൂസ് അടിച്ചാലൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മച്ചി കുക്കറിൽ സാമ്പാറൊക്കെ തീമിട്ടിക്കണേ. ഞാൻ അപ്പുറത്ത് മറ്റേ കട്ട്ലേറ്റിൻ്റെ മസാല റെഡിയാക്കാണ് കേട്ടോ. അത് റെഡിയാക്കി വെച്ച് കുറച്ച് കഴിയണമല്ലോ. പിന്നെ കിഴങ്ങും കട്ട്ലേറ്റിക്കുള്ളത് അതും ഉമ്മച്ചി വേവിച്ചാൽ വെച്ചിക്കണേ. അത് പിന്നെ ഇത് മസാല ആയിട്ടായി കാക്കളാണല്ലോ. അങ്ങനെ കട്ട്ലേറ്റിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് അപ്പം മെച്ചി മറ്റേ സാമ്പാർക്ക് തേങ്ങ വറുത്തരച്ച് പയറുന്നുണ്ട്. അപ്പം അതിന് തേങ്ങ വറുക്കുക കേട്ടോ. മെച്ചി തേങ്ങ വറുക്കണുണ്ട്. നെച്ചിക്കുട്ടി അതിൽ നടക്കണുണ്ട്. പിന്നെ ഞാൻ കട്ട്ലേറ്റ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ ശരിയാക്കണം. അതിൻ്റെ അച്ചുണ്ട് കേട്ടോ, ആ അച്ചിലാക്കി റെഡിയാക്കാണ്. ഉമ്മച്ചി സാമ്പാർ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചാൽ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കണ്ടേനി. അത് ഏകദേശം കഴിയാനായിട്ടോ. ഇഡ്ഡലി റെഡിയായി. പിന്നെ കോഴി പൊരിച്ചാണ്ടേനി, അത് പൊരിച്ച് അതിൻ്റെ അടിയിൽ സോന് കുപ്പിക്കൊക്കെ വെള്ളം നിറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രിഡ്ജിലത്തെ വെള്ളം ഇട്ട് കൊടുക്കൽ കുടിച്ചൽ. കാരണം ചൂടല്ലേ. പിന്നെ ഞാൻ കട്ട്ലേറ്റ് പൊരിച്ചൽ തുടങ്ങിയിട്ടോ. കട്ട്ലേറ്റ് അങ്ങനെ എല്ലാ പൊരിയും കഴിഞ്ഞാലിട്ട് കട്ട്ലേറ്റ് പൊരിച്ചൽ തുടങ്ങിയത്. കാരണം കട്ട്ലേറ്റിൻ്റെ ആ പൊടിൻ്റെ ബ്രെഡിൻ്റെ പൊടി ഉണ്ടായതുകൊണ്ട്.
കട്ട്ലേറ്റൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടോ. പിന്നെ എനിച്ചുള്ള പണി പറഞ്ഞാൽ വത്തക്ക ചെത്തിയേക്കാണ്. വത്തക്ക ജ്യൂസ് അടിച്ച് പിന്നെ വേറെ കഷ്ണം ഉണ്ടായിരുന്നു, അപ്പം അത് ചെത്തി വെക്കണം ഫ്രൂട്ട്സ് ആയിക്കാണ്ട്. പിന്നെ മുസമ്പി ഉണ്ട്, അത് ചെത്തി വെക്കണം. കുറച്ച് അടക്കപ്പായം ഉണ്ട്, അപ്പം അതൊക്കെ ചെത്തി വെക്കണം. അപ്പം ചെത്തിക്കാണ്. വത്തക്കൻ്റെ തൊലി ആടേക്ക് അരിഞ്ഞ് വെച്ചിക്കണം കേട്ടോ അമ്മ. പിന്നെ ആടിനെയും കൊണ്ട് വന്നിക്കണേ. ഇന്നിപ്പച്ചി ആടിനേറ്റ് പോയപ്പം നിച്ചിക്കുട്ടീനെയും കൊണ്ട് പോയി കേട്ടോ. ഓളെ ഇടങ്ങേറാക്കിയപ്പോയി, ഓളെ അടങ്ങിക്കില്ലേനി. അങ്ങനെ ഒരു രണ്ടാളും വരുന്നുണ്ട്. കുറച്ച് ദൂരത്തേക്കേനി പോയിനി. രണ്ടാളും വരുന്നുണ്ട്. ഇപ്പം അവൻ്റെ കജ്ജും പിടിച്ച് വരുന്നുണ്ട് നിച്ചിക്കുട്ടി. ആടുകൾ കുറച്ച് മുന്നേ ഇവിടെ എത്തിക്കണം കേട്ടോ. ഓല് പിന്നെ അവിടെ ഓലെ നേരമായാൽ കെട്ടയച്ച പിന്നെ ഇവിടെ എത്തും. പിന്നെ നിച്ചിക്കുട്ടിക്ക് ഒരു ബുക്കും പെൻസിലും കൊടുത്തിനി, അതിൽ കുത്തി എറിഞ്ഞ് കളിച്ചേട്ടോ. ഓൾ എഴുതി കളിച്ചാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഞാനും നിച്ചിക്കുട്ടി എല്ലാവരും എപ്പോഴാട്ടിരിക്കലും മേശമ്മ ഇരിക്കുകയാണ്. ഇപ്പച്ചി പിന്നെ ഇവിടെ ഐസ് ഉണ്ടാക്കി വെക്കലിൻ്റെ അത് തിന്നു കേട്ടോ. നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.